കഴിഞ്ഞ ദിവസം പുറത്തുവന്ന നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ ആരെയും ഞെട്ടിക്കുന്ന ഒന്നാണ്. ഇന്ത്യയിൽ റോഡ് അപകടങ്ങൾ മൂലമുള്ള മരണസംഖ്യ ആശങ്കാജനകമായി ഉയരുന്നതായിട്ടാണ് ബ്യൂറോയുടെ പുതിയ കണക്കുകൾ. 2024 മാത്രം നമ്മുടെ രാജ്യത്ത് വിവിധ ട്രാഫിക് അപകടങ്ങളിലായി 1.99 ലക്ഷം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതായത് ഓരോ ദിവസവും ശരാശരി മരണം 546 എന്ന ഞെട്ടിക്കുന്ന കണക്കിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. 2023 അപേക്ഷിച്ച് നോക്കിയാൽ മരണനിരക്കിൽ 0.79% വർധനവുണ്ടായിട്ടുണ്ട്. അപകടങ്ങളിൽ പെടുന്ന വാഹനങ്ങളിൽ ഭൂരിഭാഗവും ഇരുചക്ര വാഹനങ്ങളാണ്. 84,599 പേരാണ് ഇരുചക്ര വാഹന അപകടങ്ങളിൽ മരിച്ചത്. പിന്നീട് വരുന്നത് കാറുകളാണ്. 23,739 പേരാണ് കാർ അപകടങ്ങളിൽ മരിച്ചത്. അതേപോലെ 25,769 കാൽനട യാത്രക്കാർ അപകടങ്ങളിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. റെയിൽവേ ക്രോസിംഗുകളിലെ മരണങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളാണ്. ഇത് രണ്ടിന്റെയും പുറകിലായി 3-ാം സ്ഥാനത്തായിട്ടാണ് കേരളം ഉള്ളത്. ഇരുചക്ര വാഹന അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട്ടിലാണ്. 11,786 മരണങ്ങൾ. 7,500 പേരാണ് ഉത്തർപ്രദേശിൽ മരിച്ചത്. കൂടാതെ SUV, കാർ, ജീപ്പ് എന്നിവ മൂലമുള്ള മരണങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നതും ഉത്തർപ്രദേശിലാണ്. 4,570 പേരാണ് മരിച്ചത്. അപകടങ്ങളുടെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാന വില്ലനായി എത്തുന്നത് ഓവർ സ്പീഡ് തന്നെയാണ്. ആകെ റോഡപകട മരണങ്ങളുടെ 58% ഓവർ സ്പീഡ് കാരണമാണ് സംഭവിക്കുന്നത്. അപകടകരമായ ഡ്രൈവിംഗ് 26.3% മരണങ്ങൾക്ക് കാരണമാകുന്നു. കാലാവസ്ഥാ സാഹചര്യങ്ങൾ 2.9% മരണത്തിനും മദ്യപിച്ചോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിക്കുന്നത് 1.9%, മൃഗങ്ങൾ കുറുകെ ചാടുന്നത് 1.5% മരണത്തിനും കാരണമാകുന്നുണ്ട്. ഈ റിപ്പോർട്ട് അനുസരിച്ച് 2003 4.91 ലക്ഷമായിരുന്ന വാഹനാപകടങ്ങളുടെ എണ്ണം 2024 4.95 വർദ്ധിച്ചു. 2024 മാത്രം 4 ലക്ഷം പേർക്ക് അപകടങ്ങളിൽ പരിക്കേറ്റു. രാജ്യത്തെ ആകെ വാഹനാപകട മരണങ്ങളുടെ 33% സംഭവിക്കുന്നത് ഉത്തർപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നീ 3 സംസ്ഥാനങ്ങളിലായിട്ടാണ്. റോഡ് അപകടങ്ങൾ കാരണം മനുഷ്യജീവൻ നഷ്ടമാകുന്നു എന്നത് മാത്രമല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെയും അത് ബാധിക്കുന്നുണ്ട്. കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ GDPയുടെ ഏകദേശം 3.14% സാമൂഹിക സാമ്പത്തിക നഷ്ടം ഈ അപകടങ്ങൾ കാരണം ഉണ്ടാകുന്നുണ്ട്. വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്താണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. ഉത്സവ സീസണുകളായ ഒക്ടോബർ മാസത്തിലും അപകട നിരക്ക് ഉയർന്നു നിൽക്കുന്നതായി ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അമിത വേഗം തന്നെയാണ് അപകടങ്ങളുടെ പ്രധാന കാരണം. വേഗം കൂടുമ്പോൾ നമുക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുന്നതാണ് ഇതിന് കാരണം. നമ്മുടെ കേരളത്തിൽ ബസ്സുകളുടെയും ലോറികളുടെയും അമിതവേഗം കാരണം അപകടങ്ങൾ ഉണ്ടാവുകയും നിരവധി പേർ മരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഇത്തരം അപകടത്തിൽ മരണപ്പെടുന്നതെല്ലാം ചെറിയ വാഹനങ്ങളിലോ 2 വീലറുകളിലോ യാത്ര ചെയ്യുന്നവരായിരിക്കും. ശ്രദ്ധയില്ലാതെ ബസ്സുകളും വലിയ വാഹനങ്ങളും ഓടിക്കുന്നവരാണ് ഈ അപകടങ്ങൾക്ക് പ്രധാന ഉത്തരവാദികൾ.